ഹലോ ഗൈസ്, ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും വൈകുന്നേരമായിപ്പോയി. ഇതാണ് ഞങ്ങളുടെ മയിൽ വാഹനം. ഇതിൽ നമ്മളെ മാമിൻ്റെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഡ്രൈവിംഗ് ഒന്ന് പഠിക്കും കൂടി വേണം. ഇത്ര വലിയ എക്സ്പ്രഷൻ എടുത്തൊന്നും നോക്കണ്ട, ഞാൻ ഓടുന്ന കണ്ടാൽ നിങ്ങൾ തന്നെ ചിരിച്ചു പോകും. ഓടിക്കാനൊക്കെ അറിയാം, പക്ഷെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നത് കണ്ടാൽ ഭയങ്കര പേടിയാണ്. സ്റ്റാർട്ടിങ് ഒരു ട്രബിൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, പക്ഷെ ഞാൻ ഓടിച്ചൊക്കെ ചെയ്തിട്ടോ. ഇപ്പുറം കാണുന്ന വണ്ടിക്ക് ഞാൻ അപ്പുറത്തുനിന്നേ സൈഡ് കൊടുത്തു പോകും. അത്രയൊക്കെ പ്രശ്നമുള്ളൂ, അല്ലാണ്ട് ഓക്കെ. അപ്പം മാമിൻ്റെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. മാമീൻ്റെ വീട് ഏതെന്ന് വെച്ചാൽ, അതായത് അന്ന് വീഡിയോ ഒക്കെ ചെയ്തിരുന്നില്ലേ, ആ വീട്. അവിടെ ചെന്നപ്പോഴോ നമ്മുടെ താരമായ ഊബ്ലക്ക്, ഇത് ഇൻസ്റ്റയിൽ ഇത് 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ചെയ്ത് നോക്കിയിട്ട് അടിപൊളി എന്ന് പറഞ്ഞ ഒരു ഐറ്റം കൂടിയാണ്. ഞങ്ങൾ അതൊന്നും കൂടി റീക്രിയേറ്റ് ചെയ്തു. ഇതിൽ കുറച്ച് കളറൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്മൾ പഴയ സംഭവം തന്നെ അതിൽ കുറച്ച് കളർ ചേർത്തു. പക്ഷെ ഞാനിതിൽ വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ആണെങ്കിൽ മിക്സ് ആവുന്നില്ല കണ്ടോ, പെട്ടെന്ന് അലിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടി കൈയിട്ട് കളിച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി പോയി കിട്ടി. പിന്നെ അത് സെറ്റായിട്ടോ. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് തട്ടുമ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ഇതിങ്ങനെ പോയിട്ടാണെന്ന് തോന്നുന്നു. സോയക്കൊക്കെ നല്ല ഇഷ്ടമാണ്. സോയക്ക് ആദ്യമേ ഇഷ്ടമായതാണല്ലോ. അപ്പം സോയയും ഞാനും കസിൻസും എല്ലാവരും കൂടി കുറേ നേരം ടൈം അതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വരുന്നത് പ്രമാണിച്ചിട്ട് ഇന്ന് ഓർഡർഡ് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കസിന് എന്നെക്കാളും ചെറുതാന്ന് പറഞ്ഞിട്ടില്ല, ഓൾ ഉണ്ടാക്കാത്തൊരു ഫുഡില്ല. ഒരുവിധം എല്ലാ ഫുഡും ഓൾ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അടിപൊളിയാണ്. എത്ര പേര് വന്നാലും അവൾ വിചാരിച്ച സാധനം അത്ര സൂപ്പറായിട്ട് അവൾ ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒത്തുചേർന്നാൽ അവൾ ഉണ്ടാക്കും, ഞങ്ങൾക്ക് തരും. പാവാണ്. നമ്മളെന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ആളെന്നെ എല്ലാം സെറ്റ് ചെയ്ത് തന്നോളൂ. പിന്നെ നമ്മൾ കളിച്ച് ഊബ്ലക്കിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് ഇതാ ചോക്ക് പൊടി പോലെ ആയിട്ടുണ്ട്. വെള്ളം വറ്റി പോയതാട്ടോ. നമ്മൾ കളിക്കുന്നതിനെ അനുസരിച്ച് ആ ഊബ്ലക്കിൻ്റെ വെള്ളം പോയി. പിന്നെ ഇതാ സോയനെ കുറച്ച് നേരം ഈ ഹെയർ ബാൻഡൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം കളിപ്പിച്ച്. സോയ്ക്ക് എന്താ അറിയില്ല, ഇങ്ങനെ ഹെയർ ആക്സസറീസിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും വെച്ചാൽ ഒരിഷ്ടമെന്ന് മാത്രം. പിന്നെ ഞാൻ വീട്ടിലെത്തിട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിലെത്തി. അപ്പോഴാണ് ഒരു കാര്യം ആലോചിക്കുന്നത്. ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും മൈസൂർ പാക്കാണെന്ന്. അല്ല, ഇതിൽ ഞാൻ ഉണ്ടാക്കി വെച്ചൊരു സാധനമുണ്ട്. എപ്പം ഞാൻ ഉണ്ടാക്കിയാലും ഫ്ലോപ്പ് ആവുന്നൊരു സാധനമാണ്. പക്ഷേ ഈ പ്രാവശ്യം എന്താ അറിയില്ല, സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഫ്ലോപ്പാവും, ഇടയ്ക്ക് സെറ്റാവും, അങ്ങനെയാണല്ലോ. എന്തെങ്കിലും യൂട്യൂബ് കണ്ട് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് അത് ഫ്ലോപ്പാവും. അതിൽ പറഞ്ഞൊരു ടേസ്റ്റും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവില്ല, ലുക്ക് മാത്രം. ഇനി അടുത്ത കടമ്പ വരുന്നത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കലാണെങ്കിലോ, വേറെ ആർക്കെങ്കിലും കൊടുത്ത് പണി കിട്ടുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞാൻ തന്നെ നോക്കാമെന്ന് വിചാരിച്ച്. ഇതെങ്ങനെയുണ്ട് എന്ന് കാണാനൊക്കെ കൊള്ളാം, ഒരു ലുക്ക് വന്നിട്ടുണ്ട്, ഒരു ഏകദേശം ഐസ്ക്രീം പോലെ ഉണ്ട്. പക്ഷെ അത് പുഡിംഗ് ആണ് സംഭവം. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല രസമുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എന്താ അറിയില്ല, ഇനി എൻ്റെ മാത്രം പ്രശ്നമാണോ എന്നറിയില്ല. ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഫ്ലോപ്പായി പോകും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ പുഡിംഗ് ഐറ്റംസ്. വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നൈറ്റിലെ ഫുഡ് കഴിച്ചാലും ഇല്ലെങ്കിലും പല്ല് തേക്കൽ മുഖ്യം ബിഗിലേ. അപ്പം സോയനും കളിപ്പിച്ച് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.